എല്ലാവർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ കൊണ്ടിട്ട് ഒരു ഹൈദരാബാദി ചിക്കൻ മസാലയാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വലിയ സമയമൊന്നും വേണ്ട. പക്ഷെ നല്ല അപാര ടേസ്റ്റാണ് ഇതിന്റെ ഗ്രേവി. ചോറിനും അതുപോലെ തന്നെ അപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഹൈദരാബാദി ചിക്കൻ ഗ്രേവി. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് 1 കിലോ ചിക്കൻ. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് മസാല എല്ലാം തേച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര്, നല്ല പുളിയുള്ള തൈരായിരിക്കണം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഒന്ന് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പൊ ഇത് ഞാൻ സ്ലൈസറിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ മലബാർ ചിക്കൻ ബിരിയാണിക്കൊക്കെ എടുത്തില്ല, അതേപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ സവാള ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു സവാളയാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല നൈസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വേഗം ഫ്രൈ ആയി കിട്ടും. സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ തീ കൂട്ടി തന്നെ ഇട്ടേക്കുന്നത്. തീ കൂട്ടിയിടുമ്പോൾ ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് അടുത്തുനിന്ന് മാറരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇടവരരുത്. അപ്പോൾ ഇതിനൊരു കയ്പ്പ് രസം വരും. അപ്പൊ കരിയുന്നതിന് മുന്നേ തന്നെ നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇത് ചൂടാറുമ്പോൾ കൈ കൊണ്ട് പൊടിച്ചെടുക്കണം. ഇത് മലബാറിലൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് ബിസ്ത എന്നാ പറയണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ മസാലയിൽ മെയിൻ ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു ഐറ്റം. ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഇപ്പോഴും കൂട്ടി തന്നെ വെച്ചേക്കണേ. അപ്പൊ ഈ ഒരു സ്റ്റേജൊക്കെ ആവുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിന്റെ അടുത്തുനിന്ന് ഇനി മാറരുത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജൊക്കെ ആയിട്ട് ഇതിന്റെ സവാളയുടെ അടുത്തുനിന്ന് മാറിയാൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ സവാള എല്ലാം കറക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി വേഗം തന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റാം. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സവാള ഫ്രൈ ആക്കിയത് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിയണമെന്നൊന്നുമില്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പൊ നന്നായിട്ട് ഓയിലിലേക്ക് ഫ്രൈ ചെയ്താലും പെട്ടെന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ട്, ഞാൻ ഇപ്പൊ നെയ്യിലായതുകൊണ്ട് ഇതിലേക്കൊക്കെ ആ നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് അങ്ങനെ ക്രിസ്പി ആയിട്ടില്ല. ഇങ്ങനെ കുഴപ്പമില്ല, ഇത്ര മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ പീസിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തൈര്, കട്ടയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം.
ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ ഈ മസാല എല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പുരണ്ടിരിക്കുള്ളൂ. അതിനാണ് ഞാൻ കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൈരും ഉപ്പും അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തതെല്ലാം നന്നായിട്ട് ചിക്കൻ പീസുകളിൽ ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചുരുങ്ങിയതൊരു 20 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് വെക്കാം. അതിനുശേഷം നമുക്കിത് ഗ്രേവി തയ്യാറാക്കാം. അപ്പം ഇതൊരു അരമണിക്കൂറോളം ഞാനിങ്ങനെ മാറ്റി വെക്കാൻ പോവാണ്. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്. നമുക്ക് കുറച്ച് മസാല ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വേറെ മുളക് പൊടി ഒന്നും ചേർക്കണില്ല നമ്മുടെ ഈ കറിയിലേക്ക്. അപ്പോൾ ഈ ഉണക്കമുളകിന്റെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന്റെ മാത്രം എരിവേ നമ്മുടെ ഈ കറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ എരിവിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഉണക്കമുളകിന്റെ എണ്ണം ഒന്ന് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു 7 മുളക് എടുത്തിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരു 7 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൊത്തത്തിലുള്ള മല്ലിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ മല്ലി മൊത്തത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയായിട്ടാണ് ചേർത്തത്. ഇപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, പൊടികൾ അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മല്ലി ഉണ്ടെങ്കിൽ മല്ലി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ മുഴുവനായിട്ടുള്ള മല്ലി അതില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്. അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, മസാല എല്ലാം തേച്ച് വെച്ചപ്പോൾ ഒന്നില്ലെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആവുമ്പോഴും ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, നല്ല ജീരകം, ഇതുപോലത്തെ ചെറിയ ജീരകമാണ്. അത് ഞാനൊരു 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോരുത്. തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട്. പൊടികളൊന്ന് മൂത്ത് അതിൻ്റെ എല്ലാ റോസ് സ്മെല്ല് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഈ പാത്രത്തിന്റെ ചൂടുകൊണ്ട് ഒന്നുകൂടി ഒന്ന് മൂക്കുമല്ലോ. അപ്പം ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ പൊടികളെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് ചുവന്നുള്ളിയാണ്. ഒരു 10-15 അല്ലി ചുവന്നുള്ളി. അപ്പോൾ നമ്മുടെ ഈ ചുവന്നുള്ളി ഈ അരപ്പിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ ഈ ഹൈദരാബാദി ചിക്കൻ കറിയിലേക്ക് ചുവന്നുള്ളി ഒന്നും ചേർക്കില്ല. പക്ഷെ ഞാൻ ചുവന്നുള്ളി കൂടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ്. പിന്നെ ഒരു ചെറിയൊരു സവാളയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ അരപ്പിനൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാള ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, കാര്യം ഇത് അരച്ചെടുക്കാനാണല്ലോ. അപ്പൊ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി അരഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി ഞാനൊരു നമ്മൾ നേരത്തെ തന്നെ ആ സവാള ഫ്രൈ ചെയ്ത ആ പാനില്ലേ, അതിൽ കുറച്ച് നെയ്യൊക്കെ ബാക്കി ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, അത് തന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് ഈ അരപ്പെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി വരുമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർക്കണം.
ഉപ്പെല്ലാം നമുക്ക് ലാസ്റ്റ് നോക്കാം. കാര്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഈ അരപ്പിലേക്കും കൂടി ആവശ്യത്തിനുള്ള കണക്കാക്കിയിട്ടാണ് ഉപ്പ് ചേർത്തത്. പോരെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാകും. അപ്പോൾ ഗ്രേവിയിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്മളിനി ചിക്കൻ വേവിക്കുമ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇനി ഇറങ്ങും. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. മിക്സിയുടെ ജാർക്ക് കഴുകി വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഗ്രേവിയിൽ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർക്കാം. ചിക്കൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാൻ തീയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇത് ചിക്കൻ കഷ്ണങ്ങളിലേക്കല്ല ഈ അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് കൂട്ടിയിടാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പം ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 3 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡറിന്റെ കളറെല്ലാം ഇതിലേക്ക് മൊത്തത്തിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചേർത്താലും മതി. നല്ല കളറ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. ഓക്കെ, ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി പാത്രം അടച്ചു വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം. ഒരു 30-35 മിനിറ്റോളം വേണം ഇതൊന്ന് കുക്കാവാനായിട്ട്. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് മാറ്റം വരുത്താം. വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിക്കനിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മീഡിയം തിക്കിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല, ഒരുപാട് ലൂസും ആക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് വറ്റാനുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ഞാനൊരു തീ കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു തിക്നെസ്സിൽ മതി എനിക്ക്. അപ്പൊ ഈ സമയത്ത് നമുക്ക് അതിന്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പൊ ഞാനിനി തീ ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.